ഇനി സ്നേഹിതന്മാര്, സക്കാത്ത് നിർബന്ധമാവാന് ഓരോന്നിനൊരു നിസാബ്, ഒരു പരിധി വെച്ചിട്ടുണ്ട്, നിസാബ് എന്ന് പറയും. പക്ഷെ ആ നിസാബിനെ കുറിച്ച് നബി പറഞ്ഞത് ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ നിസാബൊന്നും നോക്കണ്ട, അല്പണ്ടെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടിയല്ലേ, അതുകൊണ്ട് നിസാബിന്മേൽ വല്ലാതെ പിടി കൂടണ്ടെന്ന് പറഞ്ഞു. കാരണം ഇപ്പം ധനത്തിന് നിസാബ് സ്വർണ്ണാണോ വെള്ളിയാണോ എന്ന് വലിയ തർക്കത്തിലാണ്. അപ്പൊ ആ തർക്കം ഓരോന്നിന്റെ നിസാബ് നബി പറഞ്ഞ് 5 ഒട്ടകം ഉണ്ടെങ്കിൽ, അല്ലെ ഒട്ടകത്തിൽ 5 ഒട്ടകം, ആടാണെങ്കിൽ 40, കൃഷിയാണെങ്കിൽ 6 കിൻഡല്, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഉടനെ തന്നെ നബി പറയാണ്, സാഹിബുൽ മാല്, മുതലാളി ഉദ്ദേശ നിസാബ് ഒന്നും ആവണ്ടട്ടോ, നമുക്ക് സ്വർഗം കിട്ടിയല്ലേ, അങ്ങോട്ട് കൊടുത്താളിന്നാണ്. കാരണം സ്നേഹിതന്മാരെ, നമസ്കാരത്തിനും അതുപോലെ നോമ്പിനൊക്കെ ഹജ്ജിനും ഉംറക്കൊക്കെ സ്വർഗം വിലക്കെടുക്കാനുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്ത് നിസ്കരിച്ചാലും നമ്മൾ തറാവി ഉമർ 23 നിസ്കരിച്ചിലാണ് നിസ്കരിക്കുന്നത്. നേരെ ആ സമയത്ത് സക്കാത്താന്ന് വിചാരിക്കും. ഉമർ അല്ലാഹു 23% സക്കാത്ത് കൊടുത്ത്, നബി 11% സക്കാത്ത് കൊടുത്തെങ്കിൽ ഇവർ 23% സക്കാത്ത് കൊടുക്കുക. അപ്പൊ കിതാബ് നമുക്ക് പഠിപ്പിച്ചു തരും നബിയാ ഉമറാ മെച്ചം. അപ്പൊ നമുക്ക് പറയേണ്ടി വരും നബി തന്നെയാണ് മെച്ചം എന്നുള്ളത്. അപ്പൊ പറയുന്ന നബിന്റെ 11% കൊടുത്താൽ പോരെ, എന്തിനാ ഉമറിന്റെത് എടുക്കുന്നത് എന്ന് അല്ലുമ്മും കിതാബും ജമുൽ ജവാമിയും എല്ലാ കിതാബും ഉദ്ധരിച്ച് ഖുർആനും ഉദ്ധരിച്ച് പറഞ്ഞു വരും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ നിസാബ്, അതായത് നമ്മൾ അത്ര വാശി പിടിക്കണ്ട. കാരണം വിശുദ്ധ ഖുർആൻ നമസ്കാരത്തിനും അതുപോലെ നോമ്പിനൊക്കെ സ്വർഗം വിലക്കെടുക്കാൻ എത്രത്തോളം സാധിക്കോ അത്രത്തോളം അതിലുപരിയായിട്ട് ധനത്തിന് സാധിക്കുമെന്നാണ് റസൂല പറഞ്ഞിട്ടുള്ളത് ഖുർആൻ. വസയുജന്നബുൽ അത്ഖാബ്, ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ പടച്ചോൻ വിദൂരമാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആരെയാണ് പടച്ചോൻ പരിചയപ്പെടുത്തി തരുന്നത്? 5 നിസ്കാരത്തായ്പുള്ള ആണും പെണ്ണൊന്നല്ല. പിന്നെ അള്ളാഹ് പറഞ്ഞത് അല്ലദീ യൂതി മാലോ യതസക്കാന്ന, പരിശുദ്ധി തസ്കിയത്ത് നേടാൻ വേണ്ടി ധനം ചെലവ് ചെയ്യുന്ന, അതിൽ നിന്നാണ് ഈ നിർബന്ധ ദാനത്തിന് സക്കാത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. മാലോ യതസക്ക, തസ്കിയത്ത് ലഭിക്കാൻ വേണ്ടി, അത് പരിശുദ്ധി നേടാൻ വേണ്ടി ധനം ചെലവ് ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ മുത്തഖി എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. പിന്നെ ഇബ്സാസമാണ് ഇത്തഖുന്നാറ വലൗ ബിശിഖി തംറത്തി, നിങ്ങളെ കയ്യിൽ ഒന്നുമില്ല, ഒരു ഈത്തപ്പഴമുള്ളൂ, ആ ഈത്തപ്പഴം മുഴുവൻ കൊടുത്താൽ നിങ്ങൾ കുടുംബം പട്ടിണി കിടക്കും, പട്ടിണി കിടക്കും, നാ പകുതി ആക്കിക്കളി. എന്നിട്ട് ഈത്തപ്പഴത്തിന്റെ പകുതി വരെ കൊടുത്താൽ നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ മുഖത്തെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമെന്ന് റസൂലയും നമുക്ക് വിശദീകരിച്ചു തരികയാണ്. പക്ഷെ